ആയിഷയുടെ ഉപ്പയും ഉമ്മയും എവിടേക്കാ പോയത്? വല്യമ്മയെയും വല്യുപ്പയെയും കാണാൻ പോയതാ. ഞങ്ങൾ ചെന്നാൽ അവർക്ക് വലിയ സന്തോഷമാ. കുറേ നേരം സംസാരിച്ചിരിക്കും. കുടുംബക്കാരെ സന്ദർശിക്കുന്നത് പുണ്യമാണെന്ന് ഉമ്മ പറയാറുണ്ട്. അപ്പോ നിങ്ങൾ ഇന്ന് കുറെ നല്ല കാര്യങ്ങൾ ചെയ്തുല്ലേ? എങ്ങനെ? അല്ല, കുടുംബക്കാരെ സന്ദർശിക്കുന്നത് വലിയ പുണ്യമാണല്ലോ. ഓ, ഉപ്പക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ താല്പര്യമാ. അലി, വീഴാതെ നോക്കണേ. ഓക്കേ താത്ത, ഞാൻ വീഴില്ല. അല്ലാ. ഞാൻ വീണു, ഒന്നും പറ്റിയില്ല. ആയിഷ, നിന്റെ ഉപ്പ വന്നു. എവിടെ? എന്നാ ഞാൻ പോട്ടെ. മോനെ അലി, വാ നമുക്ക് പോകാം. ഇനി നാളെ കളിക്കാം. കുറച്ചുകൂടെ കളിക്കട്ടെ ഉപ്പ. മോനെ, നമുക്ക് ടൗണിൽ പോയി മഗ്‌രിബിന് മുമ്പ് വീട്ടിലെത്തണം. വേഗം വാ. ആയിഷ, അലിയെയും കൂട്ടി വേഗം വാ. അലി, ഉമ്മ വിളിക്കുന്നു, വേഗം വാ. ആരാ മുമ്പിലെത്താൻ നോക്കാം. ഞാൻ ഫസ്റ്റ്. ആയിഷ, വേഗം കയറൂ. ആയിഷാനോ? അല്ല, ആയിഷ താത്ത. അലിക്കാക്ക, ഞാൻ കയറിക്കോട്ടെ? ഓക്കേ താത്ത. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഇനി നമ്മൾ പുതിയ ഡ്രസ് വാങ്ങാൻ പോകുന്നു. ഹായ്, ഏത് ഷോപ്പിലേക്കാ പോകുന്നേ? ഉപ്പ ഉപ്പ, കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ഷോപ്പിൽ നിന്ന് വാങ്ങണ്ടട്ടോ. അതെന്താലി? അയാൾക്ക് ചിരിക്കാനേ അറിയില്ല. ഇപ്പോഴെന്തിനാ പുതിയ ഡ്രസ് എടുക്കുന്നേ? ഈദുൽ ഫിത്തർ വരികയല്ലേ, നിങ്ങൾക്ക് ഈദിന് പുതിയ ഉടുപ്പുകളൊക്കെ വേണ്ടേ? ഈദുൽ ഫിത്തറിന് ഇനി ഒരു മാസം കൂടി കഴിയണ്ടേ? ഇപ്പൊ തന്നെ എന്തിനാ വാങ്ങി വെക്കുന്നേ? നോമ്പ് അവസാനാവുമ്പോ വാങ്ങിയ പോരെ? റമളാനിലെ അവസാന നാളുകൾ ഷോപ്പിങ്ങിനുള്ളതാണെന്നാ മോളെ വിചാരം. മക്കളെ, വളരെ പുണ്യകരമായ റമളാനിലെ രാത്രികളും പകലുകളും ആരാധനകളിലും പ്രാർത്ഥനകളിലും മറ്റു നല്ല കാര്യങ്ങളിലും മുഴുകാനുള്ളതാണ്. പ്രത്യേകിച്ച് അവസാനത്തെ 10 രാപ്പകലുകൾ വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ്. അപ്പോൾ നമ്മുടെ സമയം കൂടുതൽ ചെലവഴിക്കേണ്ടത് പിശാചിന് ഏറ്റവും പ്രിയപ്പെട്ട അങ്ങാടികളിലല്ല, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളികളിലാണ്. പക്ഷേ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് റമളാനിലെ അവസാനത്തെ 10 ഷോപ്പിങ്ങിനുള്ളതാന്നാ. ആ സമയത്ത് ടെക്സ്റ്റൈൽസിലൊക്കെ എന്തൊരു തിരക്കാലേ. അതുകൊണ്ടാണ് നമ്മൾ അത്തരം ജോലികളൊക്കെ നേരത്തെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്. എനിക്ക് പുതിയ ഉടുപ്പ് വാങ്ങുമല്ലോ. ഓ, നിനക്ക് മാത്രല്ല, എനിക്കും വാങ്ങും. നമുക്ക് എല്ലാവർക്കും വാങ്ങും, അല്ലേ ഉപ്പ? അലി, നമുക്ക് ഉമ്മച്ചിക്ക് പുതിയ ഉടുപ്പ് വാങ്ങണോ? വേണ്ടല്ലേ ഉപ്പ? ആഹാ, എന്നാ ഞാൻ മിണ്ടൂല. ഞാൻ വെറുതെ പറഞ്ഞതാ. എല്ലാവർക്കും വാങ്ങും, അല്ലേ ഉപ്പ?
അസ്സലാമു അലൈക്കും. വാലേക്കുമുസ്സലാം. പെരുന്നാളിന് നേരത്തെ തന്നെ ഡ്രസ്സൊക്കെ വാങ്ങി വെക്കാൻ തീരുമാനിച്ചു അല്ലേ? അതെ ഉപ്പാപ്പ, ഇപ്പൊ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ റമളാൻ നഷ്ടപ്പെടുകയുമില്ല. അതെ അതെ കേട്ടോ ഫാത്തിമ. അല്ലെങ്കിലും കാര്യങ്ങൾ വൃത്തിയായും ഭംഗിയായും ആസൂത്രണം ചെയ്യാൻ അബൂബക്കറിനെ കണ്ടു പഠിക്കണം. അലിമോനെ, ആയിഷമോളെ, ഉഷാറല്ലേ? ഉഷാറാ. നമുക്ക് ഉപ്പാനേക്കാളും ഉഷാറാവണമേ. ഉം. ഉമ്മ, എനിക്ക് ഈ കുപ്പായം മതി. നല്ല ഭംഗിയുള്ള കളറ്. ഹായ്, എനിക്കിത് ഇഷ്ടായി. നോക്കട്ടെ. കാണാൻ നല്ല ചന്തണ്ട് കേട്ടോ. ഇതെടുക്കാല്ലേ അലി? ഉം. ഈ കുപ്പായോ? അതാ ആ പാൻസും. ആയിഷ, ഉം. നീ സെലക്ട് ചെയ്ത് കഴിഞ്ഞോ? ഓ, ദാ ഇതൊക്കെ പാക്ക് ചെയ്തോളൂ. ഇനി എന്തെങ്കിലും? ഇത് മതി. ശരി. ഉമ്മ, എനിക്ക് അതും കൂടെ വേണം. ഏത്? ആ കുപ്പായം കൂടെ വേണം. ഒന്നും വാങ്ങിയില്ല അലി? അത് മതി മോനെ. എനിക്ക് അതും കൂടെ വേണം. എന്നാ നമ്മൾ ആദ്യം എടുത്തത് തിരിച്ചു കൊടുത്തിട്ട് പകരം ഇതെടുക്കാം. അല്ല, എനിക്ക് 2 കുപ്പായം വേണം. അലി, ഇപ്പൊ ഒരു ഷർട്ട് മതി. ആവശ്യമില്ലാതെ ഓരോന്ന് വാങ്ങരുത്. വേണോ? എനിക്ക് വേണോ? അലിക്കെന്തു പറ്റി? എന്തിനാ അവൻ പിണങ്ങിയിരിക്കുന്നത്? ദേ, അവന് 2 ഷർട്ട് വേണമെന്ന് പറഞ്ഞു വാശി പിടിച്ചിരിക്കുക. ഇനി അവൻ വിചാരിച്ചത് നടക്കാതെ അവന്റെ വാശി മാറില്ല. നമുക്കിതും കൂടി വാങ്ങാം. വേണ്ട. കുട്ടികൾ വാശി പിടിക്കുന്നതിനനുസരിച്ച് ഓരോന്ന് വാങ്ങിക്കൊടുത്താൽ അവർക്കതൊരു ദുശ്ശീലമാകും. ഇത് ഞാൻ തന്നെ സോൾവ് ചെയ്തു തരാം. നിങ്ങൾക്ക് വേണ്ടത് എടുത്തോളൂ. ഉം. ആഹാ, മോൻ ഇവിടെ ഇരിക്കുകയാണോ? വാ, മോൻ സെലക്ട് ചെയ്ത കുപ്പായ എവിടെ? ഉപ്പ കാണട്ടെ. ഇതാ, ഇതും അതും. നമ്മൾ പെരുന്നാളിന് വേണ്ട ഡ്രസ് എടുക്കാൻ വന്നതല്ലേ? ഉം. മോൻ പെരുന്നാളിന് ഇതിലേത് കുപ്പായ ഇടുന്നത്? ഈ കുപ്പായോ? അപ്പോ ഈ കുപ്പായോ? അതും പെരുന്നാളിന്. ആഹാ. അപ്പോ മോൻ പെരുന്നാളിന് 2 കുപ്പായ ഇട്ടോണ്ടാ പള്ളിയിൽ പോകുന്നത്? അലി ഉപ്പാന്റെ കുട്ടിയല്ലേ? ഉം. നല്ല കുട്ടിയല്ലേ? ഉം. അപ്പോ മോൻ ഇതിലേത് കുപ്പായ വേണ്ടത്? ഇത് മതി. വെരി ഗുഡ്. ഇത് നന്നായി പാക്ക് ചെയ്ത് വെക്കണേ. മോന് പെരുന്നാളിനിടാനുള്ളതാ.